ഗുഡ് ഈവനിങ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്? ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തോ കറക്റ്റ് ആയിട്ട്? എല്ലാവർക്കും ഓക്കെ ആയിരുന്നോ? ടി പി ദേവപ്രയാഗ് MySQL എന്താണ്? MySQL ടേബിൾസ് എന്തിനാ ചെയ്യുന്നത്? അങ്ങനല്ല, ടേബിൾ എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചത്. ടേബിൾസ് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്സസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു കമാൻഡ് യൂസ് ചെയ്യും. അതിനെന്താ പറയുന്നേ? ഓക്കെ, എന്ത് ക്വറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, SQL ക്വറിയാണ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് വരെയാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റാസ് ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സെപ്റ്റംബർ എന്ന് പറഞ്ഞൊരു ഡേറ്റാബേസ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് നിങ്ങളെ കൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസ് യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് ഇത്രയും ഡേറ്റാബേസ് ഇല്ലേ, ഇത്രയും ഡേറ്റാബേസിൽ നിന്നും നമ്മൾ ഏത് ഡേറ്റാബേസിലേക്കാണ് ടേബിൾ ആഡ് ചെയ്യുന്നതെന്ന് നമ്മൾ കൊടുക്കണം. അപ്പൊ ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന സെപ്റ്റംബർ എന്ന് പറഞ്ഞ ഡേറ്റാബേസിലാണ്. സോ നെക്സ്റ്റ് കമാൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വറി ആണ് യൂസ് സെപ്റ്റംബർ. യൂസ് ഡേറ്റാബേസിന്റെ നെയിം, ഇതാണ് നെക്സ്റ്റ് ക്വറി. അതായത് യൂസ് ഏത് ഡേറ്റാബേസ് ആണോ എന്ന് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഡേറ്റാബേസിലേക്ക് കയറാൻ പറ്റൂ. എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് ആ ഡേറ്റാബേസിൽ സ്റ്റോർ ആവും. കാര്യം എന്താ, എന്റെ സിസ്റ്റത്തിൽ ഇത്രയും ഡേറ്റാബേസസ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോ കൊടുക്കുന്ന ഡേറ്റാസ് ഇതിൽ ഏത് ഡേറ്റാബേസിൽ സ്റ്റോർ ആവണമെന്ന് ഞാൻ നേരത്തെ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ഡേറ്റാബേസ് കൊടുത്തത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ സെപ്റ്റംബർ എന്ന് പറഞ്ഞ ഈ ഡേറ്റാബേസിലാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡാണ് നെക്സ്റ്റ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് ടേബിൾ നെയിം കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേബിൾ നെയിം കൊടുക്കാം. ഞാനിപ്പോ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. സോ ഞാൻ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡന്റ് എന്ന് കൊടുത്തു. ഓക്കെ, സ്റ്റുഡൻസ് എന്ന് കൊടുത്തു. എന്നിട്ട് ഈ സ്റ്റുഡൻസിൽ എന്തൊക്കെ കോളംസ് ഉണ്ടെന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഈ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് റോൾ നമ്പർ, നെയിം, ഗ്രേഡ്, ഏജ്, ഈ 4 കോളംസ് ആണെന്ന് വിചാരിക്കുക. സോ ഈ 4 കൊടുക്കുക. ഫസ്റ്റ് റോൾ നമ്പർ ആണ്, സോ റോൾ നമ്പർ എന്ന് കൊടുക്കുന്നു. റോൾ നമ്പർ ആണെങ്കിലും എന്ത് ഫീൽഡ് കൊടുത്താലും അത് ഏത് ഡേറ്റ ടൈപ്പ് ആണെന്ന് കൂടി നമ്മൾ അവിടെ. പക്ഷെ നെയിമിന് അത് സ്ട്രിങ് ആയിരിക്കും. അപ്പൊ സ്ട്രിങ്ങിന് നമ്മൾ ഇവിടെ വാർക്കാർ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഏതാണ് കൊടുക്കുന്നതെങ്കിലും അതിനെ ഡേറ്റ ടൈപ്പും കൂടി സ്പെസിഫൈ ചെയ്ത് പറയണം. അപ്പൊ ഞാൻ റോൾ നമ്പർ കൊടുത്തു. റോൾ നമ്പർ ഇന്റ് ആണ്, സോ ഇന്റ് എന്ന് കൊടുത്തു. കോമ, നെക്സ്റ്റ് ഞാൻ നെയിം ആണ് കൊടുക്കുന്നത്. സോ നെയിം എന്ന് കൊടുക്കുക. നെയിം ഒരു ക്യാരക്ടർ ആണ്. അതായത് നമ്മൾ പൈത്തന്റെ കേസിൽ സ്ട്രിങ് വരുന്ന സ്പേസിലാണ്, സ്ട്രിങ് വരുന്ന സ്ഥലത്താണ് നമ്മൾ ഇവിടെ വാർക്കാർ യൂസ് ചെയ്യുന്നത്. വാർക്കാർ കൊടുക്കുക. വാർക്കാറിന്റെ കൂടെ ഒരു കാര്യം കൂടി കൊടുക്കണം, എത്ര സ്പേസ് വരുന്നുണ്ട് എന്നും കൂടി സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോ ഒരു 15 ആണ് കൊടുക്കുന്നതെങ്കിൽ 15 സ്പേസ് വേണം ഈ നെയിം എൻറ്റർ ചെയ്യാനായിട്ട്. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ദെൻ ഏജ് ആണ് അടുത്തത് വേണ്ടത്. സോ ഏജ് കൊടുത്തു. ഏജും ഇൻഡിജർ ആണ്, സോ ഇൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഗ്രേഡ് കൂടി ഞാൻ കൊടുക്കുന്നു. ഗ്രേഡ് സ്പേസ് ഗ്രേഡ് വാർക്കാർ ആണ്, കാര്യം ലെറ്റേഴ്സ് അല്ലേ വരുന്നത്. സോ വാർക്കാർ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബ്രാക്കറ്റിൽ എത്ര വേണം എന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തായിരുന്നു, ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് ഒരു സെമി കോളനും കൂടി കൊടുക്കുക. എൻറ്റർ ചെയ്യാം. കുറെ ഓക്കെ എന്ന് പറഞ്ഞാണ് റിട്ടേൺ ചെയ്ത് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ സക്സസ് ആയിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന കമാൻഡ്സ് ശരിയായതുകൊണ്ട് തന്നെ ക്വറി ഓക്കെ എന്ന് വന്നിട്ടുണ്ട്. ഇനി ക്രിയേറ്റ് ആയ ടേബിൾ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് DESC, ഡിസ്ക്രൈബ് ടേബിൾ നെയിം. DESC സ്പേസ് ടേബിൾ നെയിം. ഇവിടുത്തെ കേസിൽ ടേബിൾ നെയിം സ്റ്റുഡന്റ് ആണ്, സോ സ്റ്റുഡൻസ് കൊടുക്കുക.
ജസ്റ്റ് സെമി കോളൻ എല്ലാത്തിനും കൊടുക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നിന്ന് എൻഡ് ചെയ്യൂ. ഓക്കെ, എൻ്റർ ചെയ്യുമ്പോഴേക്കും നിങ്ങളിപ്പോ ക്രിയേറ്റ് ചെയ്ത ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ടേബിളിൽ ഫീൽഡ് കണ്ടോ, റോൾ നമ്പർ, നെയിം, ഏജ്, ഗ്രേഡ്, ആ ഫീൽഡ് കാണാൻ പറ്റി. അതുപോലെ തന്നെ ഡേറ്റ ടൈപ്പ് ആണ് ഇവിടെ കാണുന്നത്, റോൾ നമ്പർ ഇന്റ് ആണ്, നെയിം വാർക്യാർ ആണ്. അതുപോലെ എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റി. ഓക്കെ, പിന്നെ അതുപോലെ നള്ള്, കീ, ഡിഫോൾട്ട് എക്സ്ട്രാക്ട് ഉണ്ടാവും. നിങ്ങളിപ്പോ നോക്കണ്ട, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ്
ഓക്കെ ആയോ? ഞാൻ ആദർശ്. ഓക്കെ. ഓക്കെ. ദെൻ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ടേബിളിലേക്ക് എങ്ങനെ വാല്യൂ ഇൻസേർട്ട് ചെയ്യാം എന്നതാണ്. ഓക്കെ. നമുക്ക് റോൾ നമ്പർ, നെയിം, ഏജ്, ഗ്രേഡ് ഇത്രയും കാര്യങ്ങളാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇൻസേർട്ട് ചെയ്യേണ്ട ക്വറി ആണ് നെക്സ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇൻസേർട്ട് ഇൻറ്റു ആണ് യൂസ് ചെയ്യുന്നത്. ഇൻസേർട്ട് സ്പേസ് ഇൻസേർട്ട് ഇൻറ്റു കൊടുക്കുക. ആ പറഞ്ഞോളൂ. ഡേറ്റാബേസ് ക്രിയേറ്റ് ആവുന്നില്ലേ? MySQL സർവർ ഓപ്പൺ ആയോ? ആ ഓക്കെ. MySQL സർവർ വന്നു. ഇനി അവിടെ ക്രിയേറ്റ് സ്പേസ് ഡേറ്റാബേസ് നെയിം കൊടുക്കുക, സെമി കോളൻ കൊടുക്കുക, എങ്കിലേ അത് വർക്ക് ആവും. ഒരു ഫോട്ടോ എനിക്ക് വാട്സപ്പിൽ ഇടുക. ഡേറ്റാബേസ് നെയിം സെമി കോളൻ കൊടുക്കുക, എന്നിട്ട് റൺ ചെയ്ത് നോക്കിയേ. ക്രിയേറ്റിന്റെ സ്പെല്ലിങ് നോക്കണേ. എന്നിട്ടും അങ്ങനെ തന്നെയാണോ? എനിക്കൊന്ന് വാട്സപ്പിൽ ഫോട്ടോ അയച്ചേ. പെട്ടെന്ന് അയക്കണേ. MySQL സർവർ ഓപ്പൺ ചെയ്തില്ലല്ലോ. ഞാൻ ചോദിച്ചല്ലേ MySQL വന്നോന്ന്. MySQL സ്പേസ് -u റൂട്ട് -p ഈ കമാൻഡ് കൊടുത്താലേ MySQL സർവർ ഓപ്പൺ ആയി വരും. എന്നിട്ട് വേണം നിങ്ങൾ ഡേറ്റാബേസും ടേബിളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഇന്നലെ ചെയ്തതല്ലേ, ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം എന്ന്. ടൈപ്പ് ചെയ്യൂ MySQL സ്പേസ് -u റൂട്ട് -p എന്നിട്ട് പാസ്വേഡ് കൊടുത്ത് സർവറിലേക്ക് കയറുക. എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ. ഓക്കെ. ദെൻ ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള കമാൻഡാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഇൻസേർട്ട് ഇൻറ്റു കൊടുക്കുക, എന്നിട്ട് സ്റ്റുഡൻറ് എന്നാണ് നമ്മുടെ ടേബിളിന്റെ പേര്. സോ സ്റ്റുഡൻസ് എന്ന് കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കോളൻ നെയിം ആണ് കൊടുക്കേണ്ടത്. എനിക്കിപ്പോ കോളൻ നെയിം ആയിട്ടുള്ളത് റോൾ നമ്പർ, നെയിം, ഏജ്, ഗ്രേഡ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് വാല്യൂസ് എന്ന് പറഞ്ഞ് എന്തൊക്കെ വാല്യൂസ് ആണോ ഇവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ വാല്യൂസ് കൊടുക്കുക. അപ്പൊ റോൾ നമ്പർ ആണ് ഫസ്റ്റ് വരേണ്ടത്. ഞാൻ 2 എന്ന് പറഞ്ഞ ഒരു റോൾ നമ്പർ കൊടുത്തു, കോമ നെയിം ആണ് കൊടുക്കേണ്ടത്. നെയിം ബോക്സിൽ വേണം കൊടുക്കാനായിട്ട്. ഓക്കെ. ഞാനൊരു നെയിം കൊടുത്തിട്ടുണ്ട്. നെയിം കോഡ്സിൽ വേണം കൊടുക്കാൻ. നിങ്ങൾ കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെ കൊടുക്കുക. ദെൻ അടുത്തത് കോമ ഏജ് കൊടുക്കുക, അത് കഴിഞ്ഞ് ഗ്രേഡ് കൊടുക്കുക. ഗ്രേഡും വാക്യാർ ആയതുകൊണ്ട് കോഡ്സിൽ കൊടുക്കുക. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വാല്യൂ ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിയണം. ഇനി അതുപോലെ നെക്സ്റ്റ് വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് കോമ കൊടുത്ത് വീണ്ടും അടുത്ത വാല്യൂ ഇൻസേർട്ട് ചെയ്യാം. 4 കൊടുത്തു. 4 കൊടുത്തിട്ട് അടുത്ത വാല്യൂ ഇൻസേർട്ട് ചെയ്യുവാണ്. നെയിം കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഏജ് കൊടുക്കണം, കോമ ദെൻ ഗ്രേഡും കൂടി കൊടുക്കുക. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അതായത് റോൾ നമ്പർ, നെയിം, ഏജ്, ഗ്രേഡ് ഇത് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എറർ ആയിരിക്കും വരുന്നത്. നമുക്ക് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ.
ഓക്കെ, അപ്പൊ നമ്മളിവിടെ റോൾ നമ്പർ വാല്യൂസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു വാല്യൂസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സെമി കോളൻ കൊടുക്കുക. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു സെമി കോളൻ കൊടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. എൻറ്റർ ചെയ്യാം. ക്വറി ഓക്കെ ആണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സക്സസ് ആയിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി ഇൻസേർട്ട് ചെയ്ത ടേബിളിലെ വാല്യൂസ് കാണാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ആണ് സെലക്ട് സ്റ്റാർ. DESC കൊടുത്താൽ ടേബിളിന്റെ സ്ട്രക്ചർ മാത്രമേ നമുക്ക് കിട്ടൂ. എന്തൊക്കെ സ്ട്രക്ചർ ഉണ്ടെന്ന് മാത്രമേ കിട്ടൂ. ടേബിളിന്റെ ഉള്ളിൽ വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കൊടുക്കേണ്ട കമാൻഡ് ആണ് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം കൊടുക്കുക. സ്റ്റുഡൻസ് എന്നാണ് ടേബിളിന്റെ പേര്. സോ സ്റ്റുഡൻസ് എന്ന് കൊടുക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ്. സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാരെയും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാരെയും കൂടി കിട്ടേണ്ട ടൈമിലാണ് നമ്മൾ സ്റ്റാർ കൊടുക്കുന്നത്. അപ്പൊ ഈ ടേബിളിൽ എന്തൊക്കെ വാല്യൂസ് ഉണ്ടെന്ന് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ കറക്റ്റ് ടേബിൾ നെയിം കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നിങ്ങൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ടേബിള് ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. റോൾ നമ്പർ, നെയിം, ഏജ്, ഗ്രേഡ്. അപ്പൊ നിങ്ങൾ ആദ്യം ഇൻസേർട്ട് ചെയ്യുന്നത് ഏത് പേരാണോ അതായിരിക്കും ആദ്യം വരുന്നത്. ലാസ്റ്റ് എന്താണോ കൊടുത്തിരിക്കുന്നത് അതായിരിക്കും ലാസ്റ്റ് വരുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ടേബിൾ റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? പറഞ്ഞേ, ഓക്കെ ആണോ? ഓക്കെ, ചെയ്ത് നോക്കുക.
ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പോ ഒരു ഡേറ്റാബേസിൽ എന്തൊക്കെ ടേബിൾസ് ഉണ്ട് എന്ന് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ഷോ. അതായത് ഡേറ്റാബേസ് എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്തോ കൊടുത്തേ, ഷോ ഡേറ്റാബേസസ് ആണ് കൊടുത്തത്. അതുപോലെ തന്നെ എത്ര ടേബിൾസ് ഉണ്ട് എന്ന് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ഷോ. ഷോ ടേബിൾസ് എന്ന് കൊടുക്കുക. ഷോ ടേബിൾസ് എന്ന് കൊടുക്കുക. അപ്പൊ ഈ ഒരു ഡേറ്റാബേസിൽ എത്ര ടേബിൾസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ടേബിൾസ് ഇൻ സെപ്റ്റംബർ സ്റ്റുഡൻസ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ടേബിൾ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, സ്റ്റുഡൻസ് എന്ന് പറഞ്ഞേ. അതുകൊണ്ടാണ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഈ ഒരു ടേബിൾ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടിയത്. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റുഡന്റ് എന്നുള്ള പേര് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് ടേബിളും ആയിക്കോട്ടെ, ആ ടേബിൾ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. റീനെയിം ആണ് നമ്മൾ കൊടുക്കുന്നത്. റീനെയിം കൊടുക്കുക, സ്പേസ് റീനെയിം ടേബിൾ ഓൾഡ് ടേബിൾ നെയിം ടു ന്യൂ ടേബിൾ നെയിം. ആ ഓൾഡ് ടേബിൾ നെയിം എന്താണ്? സ്റ്റുഡൻസ് ആണ്. സോ ഞാൻ സ്റ്റുഡൻസ് കൊടുക്കുന്നു. സ്റ്റുഡൻസിനെയാണ് എനിക്ക് എന്തിലേക്ക് മാറ്റേണ്ടത്? സ്റ്റുഡന്റിലേക്കാണ് മാറ്റേണ്ടതെന്ന് വിചാരിക്കുക. എസ് എടുത്ത് ഞാൻ മാറ്റും, സ്റ്റുഡന്റിലേക്കാണ് എനിക്ക് മാറ്റേണ്ടത്. സോ ഞാൻ റീനെയിം ടേബിൾ സ്റ്റുഡൻസ് ടു സ്റ്റുഡന്റ് എന്ന് കൊടുക്കും. അപ്പൊ നമുക്ക് ടേബിൾ നെയിം ചേഞ്ച് ആയതായിട്ട് കാണാൻ പറ്റും. അത് അറിയണമെങ്കിൽ വീണ്ടും ഷോ ടേബിൾസ് എടുത്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാം സ്റ്റുഡൻസിന്റെ എസ് പോയി സ്റ്റുഡന്റ് എന്ന് മാത്രം റിട്ടേൺ ചെയ്ത് കിട്ടിയത്. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ടേബിള് റീനെയിം ചെയ്യുന്നത്. അപ്പൊ അതുപോലെ റീനെയിം ചെയ്യുന്നത് പോലെ തന്നെ ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ഡ്രോപ്പ്. ഡ്രോപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഡേറ്റാബേസും ഡിലീറ്റ് ചെയ്തത്. അതേ കമാൻഡ് തന്നെയാണ് ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡ്രോപ്പ് കൊടുക്കുക, ടേബിൾ കൊടുക്കുക, സ്പേസ് ടേബിൾ നെയിം കൊടുക്കുക. നോട്ട് ചെയ്ത് വെക്കണേ. ഞാനിപ്പോ ഈ ടേബിൾ ഡ്രോപ്പ് ചെയ്ത് കളയുന്നില്ല, കോഡ് പറയാം, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഡ്രോപ്പ് സ്പേസ് ടേബിൾ സ്പേസ് ടേബിൾ നെയിം. ഡേറ്റാബേസ് ആണ് നമ്മൾ എന്ത് ചെയ്തു? ഡ്രോപ്പ് ഡേറ്റാബേസ് നെയിം കൊടുത്തു. ടേബിൾ ആണെങ്കിൽ ഡ്രോപ്പ് ടേബിൾ ടേബിൾ നെയിം കൊടുക്കുക. അപ്പൊ ടേബിൾ ആണോ ഡേറ്റാബേസ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ട് അതിന്റെ പേര് കൂടി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്ത കമന്റ് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട, ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ റീനെയിം ചെയ്യുക, ടേബിൾ നെയിം റീനെയിം ചെയ്യുക. ഓക്കെ, ഒരു ടേബിളിലെ എല്ലാ വാല്യൂസും റിട്ടേൺ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് എന്ത്? സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു ടേബിളിലെ എല്ലാ വാല്യൂസും റിട്ടേൺ ചെയ്ത് കിട്ടും. ഇനി എല്ലാ വാല്യൂസും വേണ്ട, നമ്മൾ പറയുന്ന സ്പെസിഫൈ ചെയ്ത് പറയുന്ന കുറച്ച് പേരെ മാത്രം ഫെച്ച് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുക. സ്പെസിഫിക് ആയിട്ട് നമ്മൾ കണ്ടീഷൻ കൊടുക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ ഒരു ടേബിളിൽ നിന്ന് എനിക്ക് റോൾ നമ്പറും നെയിമും മാത്രം മതിയെങ്കിൽ എനിക്ക് ഇത് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് കൊടുക്കുക, സ്പേസ് റോൾ നമ്പർ സ്പേസ് നെയിം എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫ്രം കൊടുത്തു, ഏത് ടേബിളിന്റെ നെയിമും കൂടി കൊടുക്കുക. സ്റ്റുഡന്റ് എന്നാണ് ടേബിളിന്റെ പേര്, അതും കൂടി കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇത്രയും വലിയ നിന്നും റോൾ നമ്പറും നെയിമും മാത്രം റിട്ടേൺ ചെയ്ത് കിട്ടും. ഇനി റോൾ നമ്പറും നെയിമും ഗ്രേഡും കൂടി വേണമെങ്കിലോ? ഗ്രേഡും കൂടി ഞാൻ കൊടുത്തു, എന്നിട്ട് ഫ്രം ടേബിൾ നെയിം കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റോൾ നമ്പർ നെയിം ഗ്രേഡ്. അങ്ങനെ ഓരോന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുത്ത് ഓരോന്ന് നമുക്ക് ഇതുപോലെ റിട്ടേൺ ചെയ്തെടുക്കാൻ പറ്റും.
പിന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ വെയർ കണ്ടീഷൻ യൂസ് ചെയ്ത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഡേറ്റാബേസിൽ നിന്നും വെയർ കണ്ടീഷൻ യൂസ് ചെയ്ത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഡേറ്റാസ് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഈ ഒരു ടേബിളിലെ എല്ലാ വാല്യൂസും എനിക്ക് വേണം എന്ന് വിചാരിക്കാം. പക്ഷേ ഏജ് ഏജ് 20 എബോ ഉള്ളവരെ വേണം. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു കണ്ടീഷൻ കൊടുക്കണം. അതായത് ഈ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിലെ 20 ഏജിന് എബോ ഉള്ളവരെ പ്രിന്റ് ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ ഫെച്ച് ചെയ്ത് കാണിക്കുക. അതാണ് എനിക്ക് വേണ്ട കണ്ടീഷൻ എന്ന് വെക്കുക. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് കൊടുക്കാം. അതായത് എന്തിനാ അത് കൊടുക്കുന്നത്, ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിലെ എല്ലാവരെയും വേണം. സോ ഞാൻ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് കൊടുത്തു. ദെൻ എന്ത് ചെയ്യുക, ഏതാണ് വേണ്ടതെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുക. സെമികോളൻ കൊടുക്കരുത്. സെമികോളൻ കൊടുത്താൽ നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ല, അത് അവിടെ വെച്ച് ക്ലോസ് ആവും. ഞാൻ വെയർ കണ്ടീഷൻ കൊടുക്കുവാണ്, വെയർ ഏജ് ഗ്രേറ്റർ ദാൻ 20. ഓക്കെ, 20 ഏജിന് എബോ ഉള്ളവരെ പ്രിന്റ് ചെയ്ത് കാണിക്കുക. അപ്പൊ 20 ഏജിന് എബോ ആയിട്ടുള്ള 2 പേരായിരുന്നു ഉള്ളത്, ഷഹൻ ആൻഡ് ഹസ്ന. അവരുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. അതുപോലെ ഗ്രേഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ്, വേറെ കണ്ടീഷൻ ഇട്ട് നമുക്ക് വേണ്ട കണ്ടീഷൻ കൊടുക്കുക. അതായത് ഞാൻ കൊടുക്കുവാണ് വേർ ഗ്രേഡ് ഈക്വൽ ടു എ ഗ്രേഡ് ഉള്ളവരെ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ വേർ ഗ്രേഡ് ഈക്വൽ ടു എ എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്നും എ ഗ്രേഡ് കിട്ടിയത് ആർക്കാണോ അവരുടെ എല്ലാ ഡീറ്റെയിൽസും പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് എന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോ ഇങ്ങനെ കൊടുക്കുമെന്ന് വിചാരിക്കാം, സെലക്ട് റോൾ നമ്പർ നെയിം ഗ്രേഡ്, ഇത്രയും പേരെ കിട്ടണം, ഇത്രയും സാധനം കിട്ടണം. ആരുടെ മാർക്ക്, എ ഗ്രേഡ് മാർക്ക് ഉള്ളവരെ, എ ഗ്രേഡ് ഗ്രേഡ് ഉള്ളവരുടെ നെയിമും ഏജും ഗ്രേഡും പ്രിന്റ് ചെയ്യാം. ഓക്കെ, സ്പെസിഫൈ ചെയ്ത് ഓരോന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആ പറഞ്ഞോളൂ. ആ, വെരി ഗുഡ്, താങ്ക് യു. ഫ്രം സ്റ്റുഡന്റ് കൊടുക്കുക. ടേബിൾ നെയിം കൊടുത്തില്ലെങ്കിൽ നമുക്കത് എറർ ആയിരിക്കും വരുന്നത്. ഇപ്പൊ കണ്ടോ, എ ഗ്രേഡ് കിട്ടിയവരെ റിട്ടേൺ ചെയ്ത് കിട്ടി. ഇതുപോലെ പല രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? സെലക്ട് ചെയ്യുന്ന കാര്യം ഓക്കെ ആയോ? ഓക്കെ, അപ്പോ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുവാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനോ അതിൽ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനോ ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പല രീതിയിലായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, പല കണ്ടീഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതനുസരിച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട്
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആദർശ് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ടാസ്ക് തരാം. നിങ്ങൾ എംപ്ലോയി എന്ന് പറഞ്ഞൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞ തന്നെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് അതിലേക്ക് ഒരു 6 വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് ആ എംപ്ലോയി ഡേറ്റാബേസ് കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, വരേണ്ടത്. അതാണ് നിങ്ങളുടെ ടാസ്ക്. തുടങ്ങിക്കോളൂ ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ ഇത് ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്താൽ മതി ചെയ്തതിന് ശേഷം. താങ്ക് യു. താങ്ക് യു.